25 വർഷത്തെ പ്രവാസ ജീവിതം നിർത്തുമ്പോൾ മാരാത്ത് അബ്ദുവിന് മുമ്പിൽ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം പാടത്തും പാട്ടത്തിനടുത്തും കൃഷി ചെയ്യണം. അങ്ങനെയാണ് ചാലിയപ്രം പാടശേഖരത്തിലെ മുഖ്യ കർഷകനായി അബ്ദു മാറുന്നത്. 8 വർഷമായി മാരാത്ത് അബ്ദു കണിവെള്ളരി കൃഷി ചെയ്യുന്നുണ്ട്. വെളുപ്പിന് 5 മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകുന്നേരമാണ് അബ്ദു തിരിച്ചു പോകുന്നത്. ഇത്തവണ കണിവെള്ളരിക്ക് ഡിമാൻഡ് കുറവാണെന്നും ഇങ്ങനെ ഈയൊരു അനുഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്നും അബ്ദു പറയുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ കച്ചവടക്കാർ കൃഷിയിടത്തിലെത്തുമെന്നും ഓർഡർ എടുത്തു പോകുമെന്നും അബ്ദു പറയുന്നു. കഴിഞ്ഞ വർഷം 40, 42, 45 വരെ കണിവെള്ളരിക്ക് ലഭിച്ചിരുന്നുവെന്ന് അബ്ദു ഓർക്കുന്നു. രാമനാട്ടുകരയിലേക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും കൂടാതെ എടവണ്ണപ്പാറയിലേക്ക് 4.5 ടൺ ഓർഡറുണ്ടെന്നും അബ്ദു പറഞ്ഞു. പൊട്ടലും വരയൊന്നുമില്ലാത്ത കണിവെള്ളരിയാണ് കച്ചവടക്കാർ കൊണ്ടുപോകുമെന്ന് അബ്ദു പറയുന്നു. ചാലിയപ്രം പാടശേഖരത്തിൽ എല്ലാ കർഷകരുടേതുമായി 12 ഏക്കറിൽ കണിവെള്ളരി കൃഷി ചെയ്യുന്നുണ്ട്. വിഷുവിന് ഒരു ദിവസത്തിന് മാത്രമാണ് കണിവെള്ളരി ഉപയോഗിക്കുക. കണിവെള്ളരി ഒരു പ്രാവശ്യമാണ് വിളവെടുപ്പ്. എന്നാൽ നാടൻ വെള്ളരി പല പ്രാവശ്യം വിളവെടുപ്പ് നടത്തും. പിന്നെ ആരും കണിവെള്ളരി ഉപയോഗിക്കില്ലെന്ന് അബ്ദു പറയുന്നു. വിഷുവിന് 2 ദിവസം മുമ്പ് ഇത് വിറ്റ് ഒഴിയേണ്ടതുണ്ടെന്നും അബ്ദു പറയുന്നു. തൃശ്ശൂർ തുടങ്ങിയ ജില്ലയിൽ നല്ല ഡിമാൻഡാണ്. കുറച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് അബ്ദു കൂട്ടിച്ചേർത്തു. ഇത്തരം കാര്യങ്ങളിൽ കൃഷിഭവൻ്റെ സജീവ ഇടപെടലുണ്ടാവണമെന്നാണ് അബ്ദുവിനെ പോലത്തെ കർഷകർ പറയുന്നത്. കണിവെള്ളരിക്ക് 50 രൂപ വരെ കിട്ടിയിരുന്നതായും അബ്ദുമാരാത്ത് ഓർക്കുന്നു. കോവിഡ് കാലത്ത് എക്സ്പോർട്ടിംഗ് ഇല്ലായിരുന്നു. 15 ദിവസം മുമ്പ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് ആളുകൾ വരാറുണ്ടെന്നും അബ്ദു പറയുന്നു. കപ്പൽ വഴിയും വിമാനം വഴിയും കയറ്റി അയക്കാറുണ്ട്. പഞ്ചായത്തിൻ്റെ ചെറിയ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നാലും 1 ഏക്കർ കൃഷി ചെയ്യുന്നതിന് 15,000 രൂപയോളം ചിലവ് വരുമെന്നാണ് അബ്ദു പറയുന്നത്. വിത്ത് മുളപ്പിച്ചാണ് കൃഷി ചെയ്യാറ്. 2 സമയങ്ങളിലായി വളമിടുമെന്നും അബ്ദു പറയുന്നു. പിന്നെ കൂടുതലായി ആവശ്യമുള്ളത് നനയാണ്. 1 മാസം കഴിഞ്ഞാൽ നന കുറയ്ക്കണമെന്നും അബ്ദു ചൂണ്ടിക്കാട്ടി. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതീക്ഷയോടെ വിപണനം കാത്തുനിൽക്കുകയാണ് അബ്ദുവും മറ്റു കർഷകരും. ഇപ്പോൾ ഈ പ്രാവശ്യം എന്താണ് അറിയില്ല, ഇതുവരെ ഒരു നല്ലൊരു ഓർഡർ വന്നിട്ടില്ല. ചെറിയ ചെറിയ പാർട്ടികൾ വന്നിട്ട് അന്വേഷിച്ച് കുറേശ്ശൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഒരു ടീം വന്നിട്ട് ഇത് ഇത്ര വേണം എന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞില്ല. അത് പറയുന്നുള്ളത് ഒരു പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. ഇതിവിടെ ഇപ്പം ഒരു 12-12.5 ഏക്കർ സ്ഥലത്ത് മൊത്തം ഇപ്പം കണിവെള്ളരി തന്നെ ഈ പ്രാവശ്യം കൃഷി. അതിപ്പം ഞങ്ങൾ തുടർന്ന് പോരുന്നത് ഇപ്പം ഏകദേശം 8 വർഷം. ഞാനിപ്പോൾ 8 വർഷമായി. ഞാനൊരു പ്രവാസി കഴിഞ്ഞ് 10-25 വർഷം ഗൾഫിൽ നിന്നിപ്പോൾ വന്നതിന് ശേഷം തിരഞ്ഞെടുത്തൊരു മേഖലയാണ് കൃഷി. അതിൽ വിഷുവിനോടനുബന്ധിച്ചിട്ട് കണിവെള്ളരി ഉണ്ടാക്കും, നാടൻ വെള്ളരി ഉണ്ടാക്കും. അത് എല്ലാ വർഷവും നല്ല മാർക്കറ്റ് കിട്ടലും ഉണ്ട്. അതിലിപ്പം 2 വർഷം കൊറോണൻ്റെ ഇതിൽ മാത്രമേ ഞങ്ങൾക്കൊരു ചെറിയ പ്രതിസന്ധി വന്നുള്ളൂ. അതുവരെ നല്ല മാർക്കറ്റ് ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം എന്താണ് അറിയില്ല, ഇതുവരെ ഇപ്പം ആരും അങ്ങനെ ഓർഡർ വന്നിട്ടില്ല. അതിനിപ്പം 3-4 ദിവസം കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഓർഡർ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഈ സാധനം നല്ലോണം പുറത്തേക്ക് കയറ്റി പോകലുണ്ട്. ഇപ്പം കുണ്ടോട്ടി പോയിട്ട് അവിടുന്ന് പ്ലെയിനിൽ നല്ലോണം സാധനം പോകുന്നുണ്ട്. പിന്നെ ഇത് 15 ദിവസം മുന്നേ വന്നിട്ട് എടുക്കുന്ന ടീം ഉണ്ടാവലുണ്ട്. അവർ കപ്പലിനാണ് ഇത് കയറ്റിയാക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതി. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പം ഇതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഉപകാരം. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം നാടൻ വെള്ളരി ആണെങ്കിൽ വിഷു കഴിഞ്ഞാലും നമുക്ക് വിൽപ്പന മാർക്കറ്റോ എന്തെങ്കിലും അന്വേഷിക്കാം. പക്ഷേ കണിവെള്ളരിക്ക് അത് പറ്റൂല. കണിവെള്ളരി വിഷുവിൻ്റെ ദിവസം കഴിഞ്ഞാൽ അതോടുകൂടി അത് അവസാനിച്ച് പിന്നെ ഈ സാധനം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ആ വിഷുവിൻ്റെ മുന്നായിട്ട് ഇതിനൊരു മാർക്കറ്റ് കിട്ടണം, ഇത് സാധനം സെയിലായി കിട്ടണം എന്നൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 10-12 ഏക്കർ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാധനം ഉണ്ടാവും. ഒരു 10 ടണ്ണോളം സാധനം ഇപ്പം ഇവിടെ ആയി കഴിഞ്ഞാണ്. ഇതിൻ്റെയൊക്കെ ഇനി സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇതായി നിൽക്കുന്നത്.